ചോറ്റാനിക്കർ ദേവിയെ രാവിലെ മഹാസരസ്വതിയായി, ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയായി, സന്ധ്യയിൽ മഹാകാളിയായി ആരാധിക്കുന്നു. ക്ഷേത്രസ്ഥലം ആദ്യം കൊടുങ്കാടായിരുന്നു. കണ്ണപ്പൻ എന്ന ഗോത്രവാസി മഹാകാളി ഭക്തനായി ഇവിടെ താമസിച്ചിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും പശുക്കുട്ടിയെ ബലികഴിച്ചിരുന്ന അവൻ പശുക്കിടാവിനെ ബലിയർപ്പിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് മകൾ പവിഴം ഇടപെട്ട് ബലി നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചു. ആ മനുഷ്യൻ തന്റെ മകളെ സ്നേഹിച്ചു. അങ്ങനെ അവൾ പശുക്കുട്ടിയെ വളർത്തുമൃഗമായി സൂക്ഷിക്കാൻ അനുവദിച്ചു. പവിഴത്തിന്റെ മരണത്തിന് ശേഷം പശു ദിവ്യപ്രഭയോടെ തെളിഞ്ഞു. കാളക്കുട്ടി വിഷ്ണുവിനെയും ലക്ഷ്മിയെയും ദർശനം നൽകി അവിടെ കല്ലായി മാറി. നൂറ്റാണ്ടുകൾക്കു ശേഷം ഒരു സ്ത്രീ കല്ലിൽ നിന്നും രക്തം ഒലിക്കുന്നതു കണ്ടു. ദേവപ്രശ്നം നടത്തി അത് ദൈവികമാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നീട് ക്ഷേത്രക്കുളത്തിൽ ഗുരുവായൂരിലെ വിൽവമംഗലം കാളി വിഗ്രഹം കണ്ടെത്തി. അദ്ദേഹവും അനുയായികളും മുൻ ജന്മത്ത് കണ്ണപ്പനും അനുയായികളും ആണെന്നും കുരുതി നടത്തിയ കാളി വിഗ്രഹമാണ് ക്ഷേത്രക്കുളത്തിൽ കണ്ടെത്തിയത്. അത് കീകാവിൽ അമ്മ ഇന്നും അറിയപ്പെടുന്നു.